കർത്താവേ, ഞാൻ അമേരിക്കയിൽ ആശുപത്രി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണല്ലോ ഇത് ഞാൻ ഇങ്ങനെ വാരിക്കൊരു ചെലവാക്കുന്നു. ഇത് എന്നാ ഭാവിച്ചോണ്ടാന്ന് അറിയത്തില്ല. ചായ 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 എനിക്ക് വേണ്ട. അയ്യോ ചായ അല്ല മനുഷ്യ, നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിക്കേ. നിങ്ങൾ ഇത് എന്നാ ഭാവിച്ചോണ്ടാ? ഞാൻ ഒന്നും ഭാവിച്ചോണ്ട, വെറുതെ അങ്ങ് പൊക്കി കുത്തിയതാ. കാര്യം പറ. വേണ്ടേ, അമേരിക്ക കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാ ഈ കിടന്ന് ചെലവാക്കുന്നത്. പിള്ളേർ 3 ഓർക്കണം. അത് നിങ്ങളുടെ അനിയ പോളച്ച് അവൻ വിടുക്കന. അവൻ എത്ര പിള്ളേരുണ്ട്? 2. നമുക്ക് എത്രയുണ്ട്? 3. ഞാനല്ലേ മിടുക്കനപ്പോ. ഞാൻ വല്ലതും പറഞ്ഞ കൂടി പോയിച്ചായ എന്നാന്ന് ചെന്നത് ഈ കാശെടുത്ത് ചെലവാക്കുന്ന. ഇതുവരെയായിട്ട് നമ്മുടെ അമ്മയുടെ പിറന്നാൾ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടോ? പിറന്നാള് 80ാമത്തെ വയസ്സിലാണ് നമ്മൾ പിറന്നാൾ ആഘോഷിക്കണേ. അമ്മ വിളിച്ചു, നമ്മൾ വന്നു. എന്തിനാണെന്നറിയാലോ? എന്നത്തിനാ? അപ്പ കൊടുത്തവിടെ സമ്പാദ്യം ഉണ്ട്. അത് ഇന്ന് വീഴ്ച കിട്ടും. നിനക്ക് കിട്ടിയ പൈസ അങ്ങ് തന്നേക്കാം. അയ്യോ കിട്ടുന്നു. നിങ്ങളുടെ അനിയൻ പോളച്ചനും പെണ്ണുമ്പിള്ളയും കൂടെ അമ്മച്ചിനെ മയക്കിക്കൊണ്ടിരിക്കുക. ആ കാശ് അവ കൊണ്ടുപോകും. നോക്കിക്കോ, നിങ്ങൾ കണ്ണും വിളിച്ചിരിക്കും. അമ്മ എവിടെ? അമ്മച്ചി അകത്തുണ്ട്. ഫോൺ എന്റെ കയ്യിലുണ്ട് ചായ. അയ്യോ ഫോണല്ല, പോളിച്ചായ ഇപ്പൊ വരും. ഓ എന്റെ മനുഷ്യ, നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കുവാ? ഇതേ നിങ്ങളുടെ ചേട്ടനും ചേച്ചിയും കൂടി ഇതേ അമ്മച്ചിനെ സോപ്പിട്ട് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചാക്കിലാക്കട്ടെ. നിങ്ങളൊന്നിങ്ങ് വാ മനുഷ്യ. നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു ഇത്ര നേരം? നീ അല്ല പറഞ്ഞ അമ്മച്ചിനെ സൂചിപ്പിക്കണമെന്ന്. ഒരു കോഴിപ്പപ്പ് നോക്കി പോയതാ. അമ്മച്ചിക്ക് ഭയങ്കര സുഖം ചെവിയില്. എന്റെ മനുഷ്യ, ഞാൻ നിങ്ങളോട് എത്ര നാളായി പറയുന്നത്, നിങ്ങൾക്ക് അമ്മച്ചിനൊന്ന് ചാക്കിലാക്കണ്ടേ? നമുക്ക് ഒരു ചാക്ക് കിട്ടിയ പോലെ അത് ഞാൻ എടുത്തോണ്ടിരാ. എന്റെ ദൈവം, ഇങ്ങനെ ഒരു മന്നൻ. നമുക്ക് അമ്മച്ചിനെ സോപ്പിട്ടൊന്ന് കൈക്കിലാക്കണം. നീ ഏതെങ്കിലും ഒന്ന് പറ. ഏതാ ഞാൻ ഭക്ഷണം വാങ്ങിക്കണോ? സോപ്പ് വാങ്ങണോ? ചാക്ക് എടുക്കണോ? ദേ ഇങ്ങോട്ട് വന്ന് നിങ്ങൾ ദേ അങ്ങോട്ട് നോക്കിയേ. നിങ്ങളുടെ ഇച്ചായനും ചേച്ചിയും കൂടി എന്താ കാണിക്കുന്നേന്ന്. എന്നാ അതെ 80 വയസ്സാ തള്ളേനെ പാളയിരുത്തി എന്നാ വൃത്തിയാണ് നിങ്ങൾ കാണിക്കണം. എന്നെ ചെറുപ്പത്തിൽ ഒത്തിരി പാളയിരുത്തി വലിച്ച ആളായത്. അതുകൊണ്ട് 80ാമത്തെ വയസ്സിൽ ഒന്ന് പാളയിരുത്തി വലിക്കണം തോന്നി. അത് തെറ്റാണോ? മനസ്സിലായി. പെട്ടി മനസ്സിലായോ? എന്നാ ഒരു കാര്യം അമ്മ കേറിക്കോ. പണ്ട് തന്നെ അമ്മ ഇഷ്ടം പോലെ ആന കളിപ്പിച്ചിട്ട് അമ്മ കേറിക്കേ. അമ്മ കേറിക്കോ. ഞാനും ചെയ്യും. ഈ ആന 8 ഓടിക്കുമല്ലോ. നിങ്ങൾക്ക് പാളയിരുത്തി വരയ്ക്കാങ്കിലേ അമ്മച്ചിക്ക് ആനപ്പുറത്തും കേറാം. അയ്യോ അതിന്റെ ആവശ്യമില്ല സൂസി. അതെ വിഷയം ഉണ്ടാക്കല്ലേ. ഈ അമ്മേനെ ഓർക്കാത്ത ഒരു ദിവസം പോലും എനിക്കില്ല, അറിയാവോ? എല്ലാ ദിവസവും അമേരിക്കയിൽ നിന്ന് അമ്മേനെ സ്വപ്നം കാണാൻ എന്റെ പരിപാടി. ഇവിടെ ചോദിച്ചു നോക്ക്. ഈ കഴിഞ്ഞ ദിവസം കൂടെ ഉണ്ടല്ലോ അമ്മേ, ഞാൻ സ്വപ്നം കൊണ്ടു അമ്മ ഇങ്ങനെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് മാലാകെ പോലെ വന്നിട്ട് പോളെ മോനെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിക്കണം, അറിയാവോ? വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് മൂക്കി പഞ്ഞി ഉണ്ടായിരുന്നോ? മൂക്കി അത് ശ്രദ്ധിച്ചില്ല. അപ്പൊ അമ്മ ചത്തതായിട്ടാണ് നീ കണ്ടത്. ആവശ്യമില്ല വർത്താനം പറയില്ല കേട്ടോ. പിന്നെ അങ്ങനെയൊന്നും അല്ല. അപ്പൊ ഞാൻ കണ്ടോ സ്വപ്നോ? ഞാൻ ഒരു രാത്രി സ്വപ്നം കണ്ടു. നിന്റെ പെണ്ണുമ്പിള്ളനെ. പിന്നെ നിന്റെ പെണ്ണുമ്പിള്ള എന്റെ അമ്മേനെ ചൂലിനടിക്കുന്ന സ്വപ്നം കണ്ടു. ഒരു പെട്ടിക്ക് വേണ്ടി. അതെ എന്താണേലും അമ്മേനെ ഞങ്ങൾ ഷിക്കാഗോയ്ക്ക് കൊണ്ടുപോകും. ഷിക്കാഗോയ്ക്ക് കൊണ്ടുപോയി ഞങ്ങൾ അടിച്ചു പൊളിക്കും. അതിന്റെ ആവശ്യമില്ല പോളച്ച, ഞങ്ങൾ വാഷിംഗ്ടണിൽ കൊണ്ടുപോകണം. അതാകുമ്പോ ക്ലൈമറ്റ് കുഴപ്പമില്ല. അല്ല അമ്മച്ചിനെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ടെ നമ്മള് മറ്റേ അടുപ്പിൽ മറ്റേ അതൊന്നുമല്ല. ഷിക്കാഗോയിൽ പോയി അമ്മേ നമ്മൾ അടിപൊളിയായിട്ട് സന്തോഷിക്കും. പിന്നെ ഞാൻ നാട്ടിയതാണവൻ. ആട്ടിയതാണ്. ഞാനത് അമ്മച്ചിനെ എറിഞ്ഞു കളയാൻ പോയിരിക്കുന്നു. എന്താണെങ്കിലും ഒരു കാര്യമുണ്ട്, അമ്മച്ചിനെ ഷിക്കാഗോയ്ക്ക് ഞാൻ കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോകും. അയ്യോ അത് വേണ്ട പോളച്ച, ഞങ്ങളൊന്നും കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോകും. ഞങ്ങൾ കൊണ്ടുപോകും. എന്നതാടാ മക്കളെ നീ കാണിക്കുന്നത്? ഒന്നാമത് അമ്മച്ചിക്ക് മേല. അമ്മച്ചി അപ്പച്ചന്റെ ഓർമ്മകളൊന്നും വിട്ടിട്ട് ഈ വീട്ടിന് എങ്ങോട്ടും വരുന്നില്ല. ഇതാ ഈ പാട്. എന്തൊക്കെയാണെങ്കിലും അമ്മയുടെ 80ാം പിറന്നാൾ ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ വന്നിട്ടുണ്ട്. നാട്ടുകാരൊക്കെ ഇപ്പൊ വന്നോണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും നമ്മൾ അടിച്ചു പൊളിക്കും. ഇന്ന് നമ്മുടെ ദിവസമാണ്, നമ്മുടെ അമ്മയുടെ ദിവസമാണ്. ആഘോഷിക്കാം. അതെ അമ്മ അങ്ങോട്ട് ചേട്ടാ ചേച്ചിക്ക് എല്ലാവരും ഒരു മിനിറ്റ്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ 80ാം പിറന്നാൾ ഞങ്ങളെല്ലാവരും അമേരിക്കയിൽ നിന്ന് എത്തി അടിപൊളിയായിട്ട് ആഘോഷിക്കുകയാണ്. ഇത് സ്വത്തും പണമൊന്നും മോഹിച്ചല്ല, അമ്മയോടുള്ള കടമ മാത്രം. അത് മാത്രമാണ് എൻ്റെ മനസ്സിൽ. എൻ്റെ മനസ്സിൽ അത് ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. അതിലൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ആഘോഷത്തിന് വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തെ ഈ നാട്ടിലെ യുവ കലാകാരന്മാരിൽ ശ്രദ്ധേയനും
ജൂനിയർ യേശുദാസ് എന്ന് വിളിച്ചിപ്പോ സീനിയറായ നമ്മുടെ സീനിയർ യേശുദാസ്. തിരക്കാണ് പുള്ളി, കുറെ പടങ്ങളിലൊക്കെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് പാടാനുള്ള അവസരം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആളാണ്, തിരക്ക് മുഖേന. എന്നാലും അതെല്ലാം മാറ്റിവെച്ച് ഇവിടം വരെ വരാമെന്ന് വെച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നാൽ നമുക്ക് സംഗീതത്തിന്റെ പൂമഴ ഇവിടെ ലഭിക്കുന്നതാണ്. എല്ലാവരും അദ്ദേഹം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അമ്മച്ചി തകർക്കും. എന്താണെന്നറിയോ, ഗാനഭൂഷണമൊക്കെ ഉള്ള ആളാ. എന്നാ മാല എടുത്ത് അകത്തിട്ടോ. അതിന് പാട്ടിന്റെ കൂടെ മാലമോഷണം. മാലമോഷണമല്ല, ഗാനഭൂഷണം എന്ന് പറഞ്ഞാൽ അത് സംഗീതത്തിലൊരു സെറ്റപ്പാ. അത് ചേട്ടൻ ചുമ്മാ ഒന്നും അറിയാനും പാടില്ല, ഒന്നുമില്ല. എത്തി സെലിബ്രേഷൻ എത്തി, സെലിബ്രിറ്റി എത്തി. സെലിബ്രേഷനോ? അല്ലല്ല, പറഞ്ഞു തെറ്റിപ്പോ. സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഗായകനില്ലേ, എവിടെ നമ്മുടെ ഗായകൻ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഭയങ്കര സന്തോഷമായി. നേരെ സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ആരുടെ പടത്തില് പാടിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ രണ്ടു പടം ചെയ്യുന്നുണ്ട്. ശരി. അപ്പൊ എന്നാണ് സന്തോഷം. ഞങ്ങളെല്ലാവരും വളരെ പെട്ടെന്ന് പോണോ കേട്ടോ. എനിക്ക് അല്ല, എത്ര പാട്ട് പാടുമായിരിക്കും? ഞാൻ 2 പാട്ട് പാടാൻ സമയം. അയ്യോ, ഒരു 3 പാട്ടെങ്കിലും പാടണം. കാരണം ഈ ആൾക്കാർ മൊത്തം ഇവിടെ നേരെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. അല്ല, ഇത്രയും കേൾക്കാനായിട്ട് കൊതിച്ചിരിക്കുക. അതുകൊണ്ട് 3 പാട്ടെങ്കിലും പാടണം. അല്ല, എനിക്ക് അങ്ങനെ ഞങ്ങൾ ഷിക്കാഗോയിലെ അസോസിയേഷനിലൊക്കെ 3 പാടാം. 3 പാടാം. 3 പാടാം. ഞങ്ങളുടെ അങ്ങോട്ട് കൊണ്ടുപോകണം. പിന്നെ വാഷിംഗ്ടണില് വാഷിംഗ്ടണിലും കൊണ്ടുപോകണം. 4 പാടുള്ളൂ കേട്ടോ. 4 പാട്ട് പാടാന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് എൻ്റെ ഭാര്യ, ഒരു പിന്നെ ഇതെന്റെ ചേട്ടന്റെ ഭാര്യ, ഇതെന്റെ ചേട്ടൻ, ഇത് ഞങ്ങളുടെ അമ്മച്ചി. ഇത് അമ്മച്ചിയുടെ പിറന്നാള്. ഇത് ഇവൻ നീ പോയി വയറി ആണ് കേട്ടോനെ. ഇതൊക്കെ കയറി വന്നെ. അതൊക്കെ ഇവിടുത്തെ പണിക്കാരാണ്, അതൊക്കെ മൈൻഡ് ചെയ്യണ്ട. അതുകൊണ്ട് കുറച്ച് ബന്ധുക്കൾ, ആൾക്കാരും അയൽവക്കക്കാരൊക്കെയാണ്. അപ്പൊ എല്ലാവരും കൊതിച്ചിരിക്കുകയാണ്. ഒരു സെൽഫി എടുക്കാനായി ചോദിക്കുന്നത്. കുഴപ്പമില്ലല്ലോ, നീ ഇപ്പുറം കടി. അല്ല, നീ ഇപ്പുറം കടി. അങ്ങനെ നിൽക്കല്ലേ, അത് ശരിയല്ലല്ലോ. നമുക്ക് ഓർമ്മ. എന്നാ ഞങ്ങൾക്ക് ഓർമ്മ കൊടുക്കാം. അപ്പുറം നിൽക്കാം. അത് കുഴപ്പമില്ല, ഇത് തൊട്ടാലും കൃഷിയൊന്നും. അതൊക്കെ ആരും കൊണ്ടുപോകാനാണ്, ഒഴിവാക്കാതിരിക്കുന്ന സാധനം. അമ്മച്ചിയുടെ കൂടെ ഒരു സെൽഫി. അമ്മച്ചി ഒരു യോഗ കാണിക്കാം. അമ്മച്ചി ഇങ്ങനെ. പ്രിയമുള്ളവരെ, ഈ ഗായകനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ ഇന്ന് ഇവിടെ നമുക്ക് ലഭിച്ചത് നമ്മുടെ വലിയ ഭാഗ്യമായിട്ട്. അതെ, എല്ലാവരും അത് ശല്യപ്പെടുത്തല്ലേ, അതെ, ശല്യപ്പെടുത്തല്ലേ. അതെ, തിരക്കുള്ള ആളാണ്, ശല്യപ്പെടുത്തല്ലേ പ്ലീസ്. അപ്പോൾ ഇദ്ദേഹത്തെ ഒരു ചുക്കുമില്ല ഇവിടെ. ഇവിടെ പറഞ്ഞ ചുക്കാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞ. ഹലോ പ്രിയമുള്ളവരെ, അപ്പോൾ മനോഹരമായ ഒരു ഗാനം ആലപിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ഗായകനെ ഞാൻ ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ കയ്യടിയോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിക്കുക. ബൊഫേ ഉണ്ട്, അവിടുന്ന് വാരിത്തില്ലേ? വാരിക്കുന്നതല്ല, സ്റ്റേജ് തകർക്കണേ, പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അത് സാറ് തങ്ങൾ മാറ്റി വയ്ക്കാം. ഞാനും എൻ്റെ അപ്പനും ഒക്കെ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ഒത്തിരി. അല്ലോ പഞ്ഞത്തരം പറയല്ലേ, ഇവിടെ ഒന്ന് പഞ്ഞത്തരം പറയല്ലേ. അതിനല്ല വിളിച്ചത്. എന്നാണെന്നോ, അമേരിക്ക എന്നൊക്കെ പറഞ്ഞ ഒരു ഹൈ സെറ്റപ്പ് രാജ്യം. നിങ്ങളുടെ പഞ്ഞത്തരം ഇവിടെ ഒന്നും അല്ല, അത് പറഞ്ഞാൽ അല്ല, അത് പറഞ്ഞു നമുക്കൊരു തകർക്കണം. ഓക്കെ. അപ്പം ഇവിടെ എല്ലാം വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അമ്മച്ചിക്ക് എൻ്റെ ജന്മദിനാശംസകൾ. അപ്പം അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗാനം ആലപിക്കുകയാണ്. അപ്പം ഈ പാട്ട് തുടങ്ങുമ്പോൾ അമ്മച്ചിയെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങോട്ടാ എങ്ങോട്ട് കൊണ്ടുപോകുന്നേ? എന്നാ ഒന്നാം വാദവും പിത്തമായിട്ടിരിക്കണ എന്നാ അല്ല, അമ്മേനെ കൊണ്ടുപോകും. അതെന്നാ അങ്ങനെ വർത്താനം പറഞ്ഞേ? അല്ല, എന്റെ സ്വഭാവം അല്ലേ ചേട്ടനെ? അല്ല, അമ്മച്ചിനെ കൊണ്ടുപോകുന്നല്ല പറഞ്ഞേ. അമ്മച്ചിനെ ഞാൻ എൻ്റെ സംഗീതത്തിന്റെ ലോകത്തേക്ക് കൂട്ടി കൊണ്ടുപോകും. ചേട്ടൻ സംഗീതത്തിന് അങ്ങനെ ഒരു ലോകം ഉണ്ടെന്നാ പുള്ളി പറഞ്ഞേ. അങ്ങോട്ട് കൊണ്ടുപോകണ ആര് പറഞ്ഞേ? അങ്ങനെ ലോകം ഉണ്ടെന്ന്. അങ്ങനെ ലോകം. ശരി. അച്ഛാ, ഞാൻ അപ്പോൾ ഒരു ഭക്തിഗാനം തുടങ്ങാം. പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും വിളിക്കല്ലേ. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്ക്. ഞങ്ങൾ പിച്ച് കോഡ് പറഞ്ഞ കോഡിന്റെ കേട്ടാ ഇവർക്ക്. 1 2 3 സ്റ്റാർട്ട്. യഹൂദിയായിലേ വണ്ടി എവിടെ ബ്ലോക്ക് ആയി കിടക്കും, ഒന്ന് ചെന്നങ്ങോട്ട്.
മേരിയാൻ്റെ വണ്ടി ബ്ലോക്ക് ആണെന്നാ ജോസഫ് അങ്കിള് വണ്ടി കയറ്റാൻ പറ്റുന്നില്ല. എവിടെ കിടക്കുന്നത്? ഒരു ധനുമാസത്തിൽ. ഹലോ, ഒരു പ്രത്യേക കാര്യമുണ്ട്. ആ മേരിയാൻറ്റിയുടെ വണ്ടി എവിടെ? മേരിയാൻറ്റിയുടെ വണ്ടി അവിടെ ഒന്ന് ബ്ലോക്ക് ആയിട്ടെന്ന് പറഞ്ഞിട്ട്. മേരിയാൻറ്റിയുടെ വണ്ടി അവിടെ ഒന്ന് ബ്ലോക്ക് ആയിട്ടുണ്ട്. ആ അതെ ബ്ലോക്കാ. ജോസഫ് അങ്കിൾ ഒന്ന് മാറ്റിയിടാൻ പറയടാ. മാറ്റാൻ പോയി അത് മാറ്റാം. തകർക്കണം, വിളിക്കണം, ഓക്കെ. വിളിച്ചേക്കണം. ഒറ്റ പ്രാവശ്യം. യഹൂദിയായിലേ ആ പിള്ളേർക്കുള്ള ഭക്ഷണം അങ്ങ് കൊടുത്തേക്ക്, അതുങ്ങൾ ഉറങ്ങി. ആ എടാ ഇങ്ങ വന്നേ. ഒരു ഭക്ഷണം കൊടുത്താ അല്ല പിന്നെ അതുങ്ങൾ കടന്നുറങ്ങി കഴിഞ്ഞാൽ പിന്നെ ശരിയാ. ഒരു ധനുമാസത്തിൽ. അതെ, ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ വലിയാറാണല്ലോ ഇതൊക്കെ ശരിക്കും ആസ്വദിക്കുന്നത്. ഈ പിള്ളേർ സെറ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഉറക്കം വരുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബന്ധുമിത്രാതെ ആരെങ്കിലും ഉണ്ടല്ലേ, ആ പിള്ളേർക്കുള്ള ഫുഡ് അവിടെ ബൊഫെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അപ്പുറത്തെ സൈഡിലുണ്ട് പിള്ളേർക്കുള്ള പ്രത്യേകം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഓപ്പൺ ആവില്ല. അതുകൊണ്ട് ആ പിള്ളേർക്കുള്ള സ്ഥലത്തേക്ക് പോയി എല്ലാവരും ഒന്ന് ഭക്ഷണം കൊടുത്താൽ അത് സൂപ്പറായിരിക്കും. അപ്പോൾ അത് ആ കാര്യങ്ങൾ നടന്നോട്ടെ. ഇവിടെ ഗാനമേള പരിപാടി തകൃതിയായിട്ട് നടക്കും. എന്നാലും നമ്മുടെ ഗായകനെ കിട്ടിയത് തന്നെ നമ്മുടെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ തകർക്കണം. ഒരു കാര്യം ഇതിനി പാടാം, വേറൊരു പാട്ട് പഠിച്ചോട്ടെ. അതിനെ ഇത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല അതാണ്. അല്ലെ അത് എന്തോ ഒരു ലക്ഷണക്കേട് എന്തോ പോലെ, രാശിക്കുറവ് പോലെ. വേറെ സാധനം മാറ്റി പിടിച്ചോ. പിടിച്ചോ. പക്ഷെ തകർക്കണം. ഓക്കെ. കിട്ടിയത് തന്നെ ഭാഗ്യമാണ്. വേറെ സാധനം സി മതി. ഹൃദയ സരസിലെ പറഞ്ഞാ മതി. സൂസിക്കൊരു പാട്ട് പാടുന്നു. ഒരു പ്രത്യേകത ഉണ്ട്, എന്നാ പറയാ, ഇന്ന് ഇവിടെ വെച്ചൊരു സർപ്രൈസ് സംഭവിക്കുക. എന്നാ പറയാ, വേറൊന്നുമല്ല, എൻ്റെ പ്രിയപ്പെട്ട ചേട്ടൻ്റെ ഭാര്യ, ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ മരുമകള് സൂസേച്ചി നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുകയാണ്. സൂസേച്ചി എല്ലാം നീ പറഞ്ഞു. അല്ല ഞാൻ എൻ്റെ ഒരു മിനിറ്റ് അല്ല, അത് വീട്ടിലുള്ളവർ പാടിയിട്ട് മതി. പുറത്ത് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കിട്ടിയത് തന്നെ ഞങ്ങളുടെ ഭാഗ്യമാണോ, പറയാതിരിക്കാൻ പറ്റില്ല. അതെ, വാ ചേച്ചി വാ. അല്ല ചേട്ടൻ പറയണ്ടോ? അതാ എന്നാ നീ പറഞ്ഞു. കാരണം നീയല്ല അനൗൺസ്മെന്റിന്റെ ആള്. എന്നാ പിന്നെ പ്രിയമുള്ളവർ, അപ്പോൾ ചേച്ചിയുടെ പാട്ടാണ്. ചേച്ചി മനോഹരമായ ഒരു ഗാനം ആലപിക്കുന്നത്. ചേച്ചി അങ്ങനെ കുടുംബത്തിൽ അങ്ങനെ പാടാന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇപ്പം ചേച്ചി പ്രത്യേകമായിട്ട് പാടിക്കോ ചേച്ചി. അപ്പം ചേച്ചിക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക. അതെ, ഇതിവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ പാടണമെന്നൊന്നും വിചാരിച്ചതല്ല, ഈ ചോദിച്ചതിന്റെ നിർബന്ധം കൊണ്ട് പാടുക. തുടങ്ങട്ടെ. ഹമ്മിങ് ഒന്നും ഞാൻ പാടുന്നില്ലേ, ഞാൻ പാടി കഴിയുമ്പോ കൂടെ ഉണരൂ വേഗം. ഏതെങ്കിലും ഇട്ട് കൊടുത്ത്. ഉണരൂ വേഗം നീ സുമറാണി, വന്നു നായകൻ പ്രേമത്തിൻ മുരളി ഗായകൻ. മലരേ തേൻമലരേ, മലരേ തേൻമലരേ, വന്നു പൂവണി മാസം ഓഹോ, വന്നു സുരഭില മാസം ഓഹോ. ഇതാണ് ഈ സംഗീതം എന്ന് പറയുന്നത്. എത്ര ഒളിച്ചു വെച്ചാലും അതിനുള്ള അംഗീകാരം തേടി എത്തും എന്നുള്ള ഉറപ്പാണ്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മളോട് പറയുകയുണ്ടായി, പാവപ്പെട്ട അങ്ങനെ സംഗീതത്തിനെ കുറിച്ചൊക്കെ വളരെ ഇതായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനൊരു മനസ്സ് തോന്നിയത്, ഈ സംഗീതത്തോട് ഇത്ര സ്നേഹം തോന്നിയിട്ടാവാം. അവൾ തന്നെ ആദ്യത്തെ സമ്മാനം നൽകണമെന്ന് പറഞ്ഞ് എന്നോട് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ അത് ആ സമ്മാനം നൽകുവാനായിട്ട് അവളെ ക്ഷണിക്കുന്നു. സമ്മാനം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ ഒരു സമ്മാനം കൊടുക്കുകയാണ് ചേച്ചി. ഇത്ര മനോഹരമായിട്ട്, അതായത് ആ താളവും ലയവും ഒക്കെ അത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്രയാണ്. അതെ, സെറ്റുകാരൻ്റെ ഒരു നോട്ടുമാല അദ്ദേഹം ഇടുകയാണ് സൂസി ചേച്ചിക്ക് വേണ്ട. ഒന്നും പറയുന്നില്ല, ഞാനൊന്നും കൊടുത്തില്ലെന്ന് വേണ്ട. ഞാനും ചേച്ചിക്ക് വേണ്ടി ഒരു സമ്മാനം ചെയ്യും മുതലിട്ടോ. അപ്പം ആ ചേച്ചിക്ക് വേണ്ടി കൊടുക്കുകയാണ്. അച്ഛൻ വന്നേ, അച്ഛനായിട്ട് എന്തെങ്കിലും സമ്മാനം ചേച്ചി കൊടുക്കും. ഈ സമയത്ത് ഇത്രയും നല്ല പാട്ട് പാടി ചേച്ചിക്ക് ഒരു സമ്മാനം കൊടുക്കട്ടെ, ഒരു മനോഹരമായിട്ടൊരു സമ്മാനം കൊടുക്കണം. അവരുടെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു സമ്മാനം കൊടുത്ത് അച്ഛൻ മടങ്ങിയിരിക്കുകയാണ്. എന്താണ് സുചേച്ചി, താങ്ക് യു ഒരുപാട് നന്ദി.
അടുത്ത ഇത് എൻ്റെ പൊന്നെ എത്ര ഭാഗ്യം എന്നറിയാമോ വന്നത് ബാബാ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മൾ ആ സ്വരമാധുരി നമുക്കൊന്നും ഒരിക്കൽ കൂടി ആസ്വദിക്കുക, വേറൊന്നും മാറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് നമുക്ക് കിടക്കാം എന്നുവെച്ചാൽ അതെ അവിടെ പാടിപ്പിക്കേ. ഇത് കേട്ടോ ചായ പറഞ്ഞ കേട്ടോ, അതുപോലെ പാടാൻ എന്നാ സമ്മാനം കിട്ടും. ഇഷ്ടം പോലെ കിട്ടും. ഇതുപോലെയൊക്കെ പാടണം കേട്ടാ. അല്ല ഞാനത് ഒരു ആലോചിച്ചിട്ടേ അയ്യോടാ മക്കളെ, ഓടി വാടാ, ദാ, ദാ, എന്റെ മക്കളെ, അമ്മച്ചി അത് കറണ്ടടിച്ചതാണ്. ഞാനും ഇപ്പൊ ശരിയായി, ഇപ്പഴാണ് കറക്റ്റ് ആയത്. ആദ്യം നീ കൈവിട്ട് പോയായിരുന്നു. അത് കറണ്ട് അടിച്ചാൽ കറണ്ടിന്റെ വയർ അതിലൊക്കെ നിറലെന്ന് പറഞ്ഞല്ലേ, അതൊക്കെ മാറ്റിട്ടെ ഒരു മിനിറ്റ്. മനോഹരമായ ഒരു പാട്ട്, എന്നാൽ ഈ സമ്മാനം കിട്ടുള്ളൂ. പൊക്കോ എന്നും കുഴപ്പമില്ല. നല്ല നമ്മ ആ കോപ്പിച്ചായന് എല്ലാവരും വന്നിട്ടുണ്ട്. അവർക്ക് എന്തായാലും കൊടുക്കണ്ടേ? ആർക്കാ കൂച്ചാൻ? കോപ്പിച്ചാൻ കൊടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്ന് അവർ പറഞ്ഞു. വർത്താനം പറഞ്ഞോണ്ടിരിക്കണത് എന്നാ കേക്ക്? ഒരാൾ വർത്താനം പറഞ്ഞു കേൾക്കേണ്ടത്. ഞാൻ അമ്മ പറഞ്ഞോണ്ടിരിക്കുക. അത് പറ. പിന്നെ അവർക്ക് എന്നാന്ന് വെച്ചാല് അവർക്ക് മറ്റേ ആൾക്കാരാണല്ലോ, പഴയ ആൾക്കാരാണ്. കള്ളോ മരങ്ങൾ സാധനങ്ങളാണ്. നമ്മൾ കള്ള് കരുതിയിട്ടില്ലോ. കണ്ണുണ്ടെങ്കിലല്ലേ കരുതണം. ഇവിടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കണ സമയം എനിക്ക് സ്റ്റുഡിയോ മറ്റേ സമ്മാനം എന്നാ തോന്നുന്നു സ്റ്റുഡിയോ പറഞ്ഞില്ല പാടാന്ന് പറഞ്ഞില്ലേ? അതെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. അവരൊരു സാധനം ഇട്ടില്ലേ, അവൻ്റെ കള്ള എന്താ ഇതെടുത്ത് എനിക്ക് പാട്ട് പാട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലോ ചല്ലുണ്ടാക്കലെന്ന് പറഞ്ഞില്ല. വയറ് മാറ്റിട്ടാ ഒറ്റ കൊല്ലാൻ വേണ്ടിട്ട് അനാവശ്യമായിട്ട് കിടക്കും വെള്ളം ഉണ്ടാക്കണ്ട് പറഞ്ഞില്ലേ? പാടാനുള്ള സമയത്ത് പാടിക്കാം, മനസ്സിലായോ? അതെ ഇനി എൻ്റെ അടുത്ത പരിപാടി ഒന്നും ചെയ്യണ്ടേ. അവനെ കൂടെ പാടിപ്പിച്ചു ഒരു പാട്ടങ്ങ് പാടിപ്പിച്ചു. അതല്ല നല്ലത്. ഒരു പാട്ട് പാടും. നമ്മുടെ കറണ്ട് അടിച്ച് സ്റ്റോക്കായപ്പോ എല്ലാവരും അങ്ങ് വയലിലായി പോയി. എനിക്ക് തോന്നുന്നു വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കാനുള്ള അവരോട് പറയാം. അതല്ല താരകം തന്നെ നോക്കി ആട്ടിടയൻ നടന്നു. മുന്നിൽ കണ്ടു രാജാതിരാജന്റെ പാരമ്പര്യമുള്ളവന് ഞാൻ സംഗീതം നിന്റെ എന്നെ കൊണ്ടുപോണ എന്നെ പേരനാ സാറിന് എന്ത് ചെയ്യാട്ടെ. അതെ നീ എന്നെ പാടാൻ നീ സമ്മതിക്കണോ? എല്ലാരും വന്ന് ഫുഡ് കഴിക്കും. അവര് ഇടിയോ ചെറിയ സ്ഥലം സ്റ്റാൻഡേർഡായിട്ട് നിന്നിട്ട് തന്നെ കളിയടി. ഹോട്ടലിൽ നല്ല മച്ചാൻ ഇവിടെ മര്യാദ മാറി കഴിക്കട്ടോ. പിതാവേ ഒന്ന് നിർത്ത. അതെ ഒരു മിനിറ്റ് ഒന്ന് അടങ്ങ്, പാടാം. സമ്മതിക്കാൻ സമ്മാനം തരാം, എല്ലാം തരാം. ഒന്ന് അടങ്ങ്. അതെ ഒരു കാര്യം പറയാം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിനിടയ്ക്ക് ഒരു അബദ്ധം പറ്റി. നമ്മുടെ വീട്ടുകാർ മറ്റുള്ളവർ കഴിച്ചോട്ടെ, വീട്ടുകാർ ഭക്ഷണത്തിന് വേണ്ടി പോകല്ലേ. നമുക്ക് കേക്കൊന്നും മുറിക്കാം. വാ കേക്കൊന്നും മുറിക്കാം. എല്ലാവരും ഒന്ന് വന്ന് കേക്കൊന്ന് മുറിക്കണം. എല്ലാവരും പോ എല്ലാവരും പോ. കേക്ക് ഹലോ വരൂ മാറിക്കണേ. ഒരു ദിവസം കേക്ക് കഴിക്കാലോ. മധുരം കഴിച്ചിട്ട് മധുരം കഴിച്ചാൽ പാടുവിടാൻ പറ്റില്ല, തൊണ്ട ട്രൈ. അല്ല അമ്മയുടെ ബർത്ത്ഡേ ആവുകൊണ്ട് ഒരു ചെറുത് വേണ്ടത്തുണ്ട്, അതുകൊണ്ടാ വേണ്ടത്തുണ്ട്. അതാ ഒരു ബാബാ അപ്പൊ കേക്ക് മുറിക്കാനുള്ള അമ്മയുടെ കേക്ക് മുറിച്ച് ആ സന്തോഷം പങ്കിടുന്നു. എനിക്ക് കഴിക്കാൻ മേല. ഷുഗർ
ഷുഗറാ. ചേട്ടൻ സുഖം ഒന്നുമില്ല, ഇവള് പറഞ്ഞല്ല കഴിക്കണ്ട, ഷുഗറായിട്ട് കഴിക്കണ്ടെന്നാ ഇവള് പറഞ്ഞു. അങ്ങനെ ഒന്ന് ശരി. ഹാപ്പി ബർത്ത്ഡേ ടു യു. കറണ്ട് പോയല്ലോ. കറണ്ട് ജനറേറ്റർ ഓൺ ചെയ്യട്ടെ. കറണ്ട് മുറിച്ചില്ല, അതിന് മുമ്പ് കേക്ക് പോയി. വേണ്ടാന്ന് പറഞ്ഞിട്ട് കിട്ടിയപ്പോ അത് മൊത്തം വലിച്ചു കയറ്റുക അല്ലേ? അല്ലേ? വിടൂല്ലേ? എന്നാണ് അമ്മച്ചി സന്തോഷമായിട്ട് കേക്ക് മുറിക്കേണ്ടി വന്നില്ല, അവർ കൈയിട്ട് വാരി മുറിപ്പിച്ചല്ലോ. സാരമില്ല. എന്നല്ല സന്തോഷമായിട്ട് അമ്മച്ചിക്ക് കേക്ക് എടുത്ത് ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഇതങ്ങ് മാറ്റി വെച്ചു. ഒരു കാര്യം, അപ്പൊ അമ്മേ, എന്താടാ ബർത്ത്ഡേ പാർട്ടി കേക്ക് മുറിക്കാൻ നേരത്തെ അമ്മ എന്തോ സാധനം തരാന്ന് പറഞ്ഞാർന്നല്ലോ. എന്താടാ മക്കളെ? ഒന്നും അല്ലാമേ. അമ്മ പറഞ്ഞില്ല അപ്പന്റെ പണ്ട് മുതലുള്ള സ്വത്ത് അമ്മ കൈക്കലാക്കി വെച്ചേക്കുവന്ന് എല്ലാരും കുറ്റം പറയുന്നു, അതുകൊണ്ട് മക്കൾക്ക് വീതിച്ചു തരും എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് തന്നെ തരുവാണോ മക്കളെ? ആ പെട്ടി എടുത്തുകൊണ്ട് നമുക്ക് ചുമ്മാ പേര് ഒന്നും വേണ്ടിയിട്ടല്ല. ഞങ്ങൾ അമേരിക്കയിൽ ഇഷ്ടം പോലെ സ്വത്തുണ്ടാക്കണം, ഞങ്ങൾക്ക് ഇത് വല്ലതും വേണോ? പക്ഷെ അതല്ല, അപ്പനോടുള്ള സ്നേഹം കൊണ്ടും അമ്മയോടുള്ള സ്നേഹം കൊണ്ടും അത് നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ലതാണല്ലോ എന്ന് ഓർത്താ. എന്നാലും നിങ്ങൾക്ക് തന്നെ ആണോ മക്കളെ? ഞാൻ എടുത്തോണ്ട് വരാനോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അമേരിക്കയിലെ സ്വത്തുണ്ടെന്ന് അഹങ്കാരം കാണിക്കണം. ഇത് കുടുംബ സ്വത്താണ്, ഇതിന്റെ അവകാശം എനിക്ക് കിട്ടണം. എന്തോ സ്വത്ത് വേറെ കുടുംബസ്വത്തിന് അതെ അതെ. വേണ്ട വേണ്ടെന്ന് പറഞ്ഞോണ്ട് കൊല്ലും ഞാൻ. ഈ കണ്ട കാശ് മുഴുവൻ എന്നെ കൊണ്ട് ചെലവാക്കിച്ചത് ആ പെട്ടി കിട്ടുമെന്ന് പറഞ്ഞോട്ടോ. മര്യാദയ്ക്ക് മേടിച്ചു, അല്ലെ പൊളച്ചും കൊണ്ടുപോകും. ഒന്നല്ലോ ഇപ്പം ധനമായിട്ടുണ്ട്. പെട്ടി മാത്രം മതിയോടെ എന്നെ കൂടെ കൊണ്ടുപോടാ അങ്ങോട്ട്. അയ്യോ പച്ചി മറന്നുപോയി. അയ്യോ എന്നാ തുറക്കട്ടെടാ. പിടിച്ചേടി. സന്തോഷമായടാ? എന്താടാ സന്തോഷായില്ലേ? എന്നാ സന്തോഷമായിരുന്നു? ഈ നിർത്തലാക്കിയ നോട്ട് കൊണ്ടു വന്നിട്ടാണോ സന്തോഷമാവണേ? അമ്മയ്ക്കൊരു 10 വർഷം മുമ്പ് ഈ സാധനം തരുവായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ഇതുകൊണ്ട് രക്ഷപ്പെടില്ലായിരുന്നോ? ഈ നിരോധിച്ച 500 1000 നോട്ട് എനിക്ക് വേണ്ട. എനിക്ക് വേണം ഇത്. അതല്ല, രാത്രി 8 മണി കഴിഞ്ഞേ മേരാ പ്യാരി ദേശവാസിയോ എന്നും പറഞ്ഞ് ഈ നിരോധിച്ച നോട്ട് തിരിച്ചു വന്നാലോ? അങ്ങനെയാണ് ഞങ്ങൾക്ക് വേണം.